സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു ടീച്ചർ ഇതുപോലെ ഞങ്ങൾക്കപ്പോൾ HTML കോഡിങ് വെബ് ഡിസൈനിങ് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സാധനം യൂസ് ചെയ്ത് ഒരു കോമ്പറ്റീഷന് പോകാൻ പറ്റുമോ എന്നൊരു ഡീന എന്ന് പറഞ്ഞ ഞങ്ങളൊരു ടീച്ചർ ചോദിച്ചു. അതിൽ നിന്നാണ് ഞാൻ വെബ് ഡിസൈനിങ് കോഡിങ്ങിലോട്ട് ആദ്യമായിട്ട് തുടങ്ങുന്നതും. പിന്നീട് എൻ്റെ 2-3 IT ടീച്ചേഴ്സ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ വെബ് ഡിസൈനിങ് രംഗത്തോട്ട് എത്തിയത്. അങ്ങനെ എനിക്ക് സ്റ്റേറ്റ് ലെവൽ വെബ് ഡെവലപ്മെൻറ്റിൽ ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ അത് ബേസ് ചെയ്തിട്ട് എനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റുഡൻറ്റ് അംബാസിഡറായിട്ട് ജപ്പാനിൽ ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് കൺട്രീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. ഇത് എൻ്റെ ജീവിതത്തിൽ വളരെ വഴിത്തിരിവായ ഒരു സംഭവമായിരുന്നു. പുതിയ ടെക്നോളജിയും അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഇത്രയും കൂടുതലുണ്ടെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയത് ആ ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ നിന്നാണ്. അടുത്ത ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്, ട്രിവാൻഡ്രം ബാട്ടൺ ഹില്ലിൽ. അവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ബ്രാഞ്ചായിട്ട് ചൂസ് ചെയ്തത്. അവിടെ ഞാൻ സാമാന്യം ബാക്കി ആക്ടിവിറ്റീസിലൊക്കെ ആക്റ്റീവ് ആവാൻ നോക്കി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സമയം കിട്ടുമ്പോഴത്തേക്കും എൻ്റെ സ്കിൽസും പ്രോഗ്രാമിംഗ് സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യാനുള്ളതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അങ്ങനെ കോളേജിൽ വെച്ച് എൻ്റെ തേർഡ് ഇയറിൽ വെച്ചാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുള്ള ഒരു ആശയം. അത് എനിക്ക് വളരെ കോളേജിൽ വന്ന സമയം മുതലേ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും അതൊരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ കോളേജിലെ ഇൻക്യുബേഷൻ സെൻറ്റർ തുടങ്ങിയപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റ് ഞാൻ ചെയ്തു. ഞാൻ അതിന് മുമ്പേ തന്നെ ഫ്രീലാൻസ് വർക്ക്സും എൻ്റെ കോൺടാക്ട്സ് വഴി കിട്ടുന്ന പ്രോജക്ട്സും കുറച്ച് സ്റ്റാർട്ടപ്സിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വെച്ചാണ് എനിക്ക് പിന്നീട് ഒരു റിയലൈസേഷൻ ഉണ്ടായത്. മേ ബി ജസ്റ്റ് ഒരു ജോബിൽ പോയിരുന്ന 9 to 5 വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറൊരു വലിയ കമ്പനി പോയി വെറുതെ വർക്ക് ചെയ്യുന്നതിൽ ചിലപ്പോൾ എനിക്ക് ഒരിക്കലും സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ വഴി വേറെയാണെന്ന് എനിക്ക് തോന്നിയ ഒരു സമയമായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു കൺക്ലൂഷനിലോട്ട് ഉറപ്പിച്ചെത്തിയത്. എൻ്റെ ഫൈനൽ ഇയറിൽ വെച്ച് ഞാൻ പ്രോജക്റ്റ് പേറ്റൻറ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ISTDയും കേരള സ്റ്റേറ്റ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്ററും കൂടെ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വർക്ക്ഷോപ്പ് നടത്തുന്ന കാര്യം അറിഞ്ഞത്. അങ്ങനെ ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൻ്റെ സെക്കൻഡ് ഈവനിങ് വാലിഡിറ്റി ഫംഗ്ഷന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് ബീറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ രാജ്മോഹൻ പിള്ളയായിരുന്നു. അവിടെ വെച്ച് സാർ സ്പീച്ചിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതെനിക്ക് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നി. പിന്നീട് ഞാൻ എൻ്റെ കുറച്ച് ഐഡിയാസും എനിക്ക് ഉണ്ടായിരുന്ന കുറച്ച് പ്രോജക്ട്സൊക്കെ സാറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ കുറേ നാളത്തെ ഡിസ്കഷന് ശേഷം എനിക്ക് എൻ്റെ പ്രോജക്ട്സിലുണ്ടായിരുന്ന ടെക്നിക്കലി സ്ട്രോങ് ആണെങ്കിൽ കൂടി ഉണ്ടായിരുന്ന കുറേ ഫ്ലോസും അല്ലെങ്കിൽ അതൊരു ബിസിനസ് ആസ്പെക്റ്റിൽ വരുമ്പം അല്ലെങ്കിൽ മോണിറ്റൈസ് ചെയ്യുമ്പോൾ ഉള്ള പാളിച്ചകളൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നീട് സാറ് ബീറ്റ ഗ്രൂപ്പിന് വേണ്ടി എനിക്ക് ടെക്നോളജി യൂസ് ചെയ്ത് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ നോളജ് വെച്ചും ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളിൽ ഉള്ള അറിവ് വെച്ചും ഞാൻ കുറച്ച് സജഷൻസ് പറഞ്ഞു. അങ്ങനെ സാർ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പല കാര്യങ്ങളിലും അപ്പോൾ ഞാൻ ഒരു സാലറീഡ് എംപ്ലോയി ആയിട്ടല്ല ഇവിടെ നിന്നത്. സാറ് ചോദിച്ചു സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനാണോ അല്ലെങ്കിൽ ഒരു സാലറീഡായിട്ട് നിൽക്കാനാണോ താല്പര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു ജോബിനോട് താല്പര്യമില്ല, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിക്കണോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തതോടെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു മാറ്റമായിരുന്നു ടേൺ ഓവറിൽ വന്നതും. റിസൾട്ട്സ് ഞാൻ പ്രതീക്ഷിക്കാത്തതിനെക്കാട്ടി കൂടുതലായിരുന്നു. അങ്ങനെ ബീറ്റ ഗ്രൂപ്പിൻ്റെ പ്രോഡക്ട്സിലും കമ്പനീസിലും ഈ ടെക്നോളജിക്കൽ ചേഞ്ചസ് കാരണം ഉണ്ടായ ഗ്രോത്ത് വളരെ കൂടുതലായിരുന്നു. അങ്ങനെയാണ് രാജ്മോഹൻ സാറുമായിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു കമ്പനി എന്നുള്ള കാര്യം പിന്നെയും ഡിസ്കസ് ചെയ്യാൻ ഇടവരികയും സാറ് ഈ ഗ്രോത്ത് പ്രൂവ് ചെയ്തത് കാരണം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിലോട്ട് വരികയും ചെയ്തത്. ഒരു ബ്രാൻഡിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ആൻഡ് ഫീൽ അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ പ്രസൻസ് എല്ലാം ടെക്നോളജി യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ടെക്നോളജീസ് യൂസ് ചെയ്ത് എന്തൊക്കെ മാറ്റം ഒരു ബ്രാൻഡിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ആശയം ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ കുറേ ബിസിനസ് പ്രോസ്പെക്ട്സും അതിൻ്റെ കുറേ മോണിറ്റൈസിങ് പാർട്ടൊക്കെ സാർ എനിക്കറിയാത്ത പല രീതിയിൽ ചിന്തിക്കാനും എൻ്റെ വേ ഓഫ് തിങ്കിങ് തന്നെ അത് മാറുന്ന രീതിയിലുണ്ടായി. അങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിലോട്ട് എത്തിയത്. ഗിവ് us your brand, we'll take you to the top 3 in the industry. അതാണ് പേസ് ഹൈടെക്കിന് ഓഫർ ചെയ്യുന്നത്. ചുരുങ്ങിയൊരു കാലം കൊണ്ട് തന്നെ ബീറ്റ ഗ്രൂപ്പിൻ്റെ ടേൺ ഓവറിൽ ഉണ്ടാക്കാൻ പറ്റിയ ചേഞ്ചസ് ആണ് ഇപ്പോഴും പേസ് ഹൈടെക്കിൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. അത് കണ്ടിട്ട് തന്നെ കുറച്ച് മൾട്ടിനാഷണൽ കമ്പനീസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡിസ്കഷൻസ് നടക്കുവാണ്.
അപ്പോൾ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഈ ഒരു മാജിക് ഏത് കമ്പനിക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കംപ്ലീറ്റ് കോൺഫിഡൻസ് പേസ് ഹൈടെക്കിനുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇപ്പം ഒരുപാട് ഐഡിയാസ് ഉള്ളവരുണ്ട്, ഒരുപാട് ഇന്നോവേഷൻസ് ഉള്ളവരുണ്ട്. പക്ഷേ എനിക്കും അതുപോലെ കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു. ഇവിടെ ബിടെക് ഗ്രൂപ്പിൽ വരുന്നതിന് മുന്നേ വരെ ഞാൻ അതിൻ്റെ ടെക്നിക്കൽ പാർട്ടോ അല്ലെങ്കിൽ അത് എത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്നോ മാത്രമേ ആലോചിച്ചിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു മിക്കവാറും ഉള്ളവരും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ടെക്നിക്കൽ പാർട്ട് അല്ലെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് അതിൻ്റെ ടെക്നിക്കൽ പാർട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലാതെ അത് മോണിറ്റൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതൊരു ബിസിനസ്സാക്കി മാറ്റുമ്പോൾ ഉള്ള കാര്യങ്ങൾ പലരും ആലോചിക്കാറില്ല. അല്ലെങ്കിൽ അവർക്ക് അത് അവർ സിംഗിളായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മിക്കവാറും സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെടുന്നത്. ഇവിടെ വരുന്നതിന് മുന്നേ വരെ എൻ്റെയും വേ ഓഫ് തിങ്കിങ് വേറെ രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ രാജ്മോഹൻ സാറുമായിട്ടുള്ള ഡിസ്കഷൻസിന് ശേഷമാണ് എനിക്ക് അതിൻ്റെ ബിസിനസ് ആസ്പെക്റ്റ് കുറേ കൂടെ മനസ്സിലായി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു മിക്കവാറുമുള്ള സ്റ്റാർട്ടപ്പുകളും അതിൻ്റെ മോണിറ്ററി പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് പാർട്ട്, ബിസിനസ് പാർട്ടൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുവാണെങ്കിൽ സ്ട്രോങ് ടെക്നിക്കൽ ടീം ഉണ്ടായിട്ടും ഫെയിലാവുന്ന ഒരുപാട് സ്റ്റാർട്ടപ്സിൻ്റെ ആ ഒരു ഫ്യൂച്ചർ മാറ്റാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടിയത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ സെയിം കാര്യങ്ങൾ തന്നെ ബാക്കിയുള്ളവർക്കും പറഞ്ഞു കൊടുക്കണമെന്നും ബാക്കിയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നും ഉള്ള ഒരു ആഗ്രഹം കൂടെ എനിക്കുണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ ബാക്കിയുള്ള സ്റ്റാർട്ടപ്സിനെ ഐഡിയാസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോജക്ട്സും കൂടെ പേസ് ഹൈടെക്കിൽ ആലോചിക്കുന്നുണ്ട്.